തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി രാജിവെച്ചു. ഫോൺ സംഭാഷണം വിവാദമായതോടെ രാജി ചോദിച്ചു വാങ്ങിയെന്ന് KPCCയുടെ നടപടി. സംഭാഷണ ശകലം പുറത്തുവിട്ട പ്രവർത്തകൻ ജലീലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. LDF ഭരണം മൂന്നാമതും വരുമെന്നും കോൺഗ്രസ് മൂക്കുകുത്തി വീഴുമെന്നുമുള്ള പരാമർശമാണ് വിവാദമായത്. വിവരങ്ങളുമായി നമ്മോടൊപ്പം PR പ്രവീണ ചേരുന്നുണ്ട്. പ്രവീണ, ഫോൺ സംഭാഷണം വിവാദമായതോടെ വലിയ പ്രതിരോധത്തിലായിരുന്നു പാലോട് രവി. യുവജന നേതാക്കളടക്കം പാർട്ടിയിൽ നിന്നുമൊക്കെ അദ്ദേഹത്തിനെ രാജിക്കായി സമ്മർദ്ദമുണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിലെ ഈ രാജി ചോദിച്ചു വാങ്ങുകയായിരുന്നു KPCC നേതൃത്വം. നേരത്തെ ഒരു തവണ പാർട്ടിക്ക് വലിയ കനത്ത തിരിച്ചടിയേറ്റപ്പോൾ അദ്ദേഹം രാജിയൊക്കെ എഴുതി നൽകിയിരുന്നെങ്കിലും അന്ന് അദ്ദേഹത്തെ സംസ്ഥാന നേതൃത്വം സംരക്ഷിച്ചു നിർത്തുകയായിരുന്നു. അദ്ദേഹത്തിന്റെ മുൻ മണ്ഡലമായ നെടുമങ്ങാട് അതിനുശേഷം മത്സരിച്ച് PS പ്രശാന്ത് തോറ്റപ്പോൾ അദ്ദേഹം തന്നെ തോൽപ്പിച്ചതാണ് പാലോട് രവി എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നേതൃത്വത്തിന് പരാതി നൽകിയിരുന്നു. അന്നും പാലോട് രവിയെ സംരക്ഷിച്ചു നിർത്തുന്ന നിലപാടായിരുന്നു പാർട്ടി നേതൃത്വം എടുത്തത്. എന്നാൽ ഇത്തവണ അതിനൊന്നും നേതൃത്വത്തിന് കഴിയാതെ പോയി. കാരണം കൃത്യമായ തെളിവുകളോട് കൂടിയ, അതായത് പാർട്ടിയെ വെട്ടിലാക്കുന്നത് ജില്ലാ നേതൃത്വത്തെ മാത്രമല്ല സംസ്ഥാന നേതൃത്വത്തെയും വെട്ടിലാക്കുന്ന തരത്തിലുള്ള സംസാരമായിരുന്നു അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്നത്. എടുക്കാച്ചരക്കായി കോൺഗ്രസ് മാറി ഉച്ചും കുത്തി വീഴും, കോൺഗ്രസിന്റെ മുഖം വികൃതമായി, മൂന്നാമതും മാർക്സിസ്റ്റ് ഭരണം തുടരും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് സംസ്ഥാന നേതൃത്വത്തെ അടക്കം വെട്ടിലാക്കിയ അദ്ദേഹത്തിന്റെ നടപടിയിൽ കടുത്ത അമർഷം ഉണ്ടായതിനെ തുടർന്ന് AICC റിപ്പോർട്ട് ചോദിച്ചു. അതിന് പിന്നാലെയാണ് അദ്ദേഹത്തിന്റെ രാജി ചോദിച്ചു വാങ്ങിയത്. രാജി എഴുതി നൽകിയ അദ്ദേഹത്തിന്റെ രാജിക്കത്ത് അപ്പോൾ തന്നെ ഔദ്യോഗികമായി സ്വീകരിച്ച് രാജി അംഗീകരിക്കുകയുമായിരുന്നു. എന്തായാലും കോൺഗ്രസ് പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിൽ CPM-നും BJP-ക്കും കയ്യിൽ ആയുധം കൊടുക്കുന്ന തരത്തിലായി പോയി പാലോട് രവിയുടെ രീതി എന്നുള്ളതാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അദ്ദേഹം മുൻപ് ചെയ്തതടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് രാജി ചോദിച്ചു വാങ്ങാൻ തീരുമാനിച്ചതും ഇപ്പോൾ രാജി അംഗീകരിച്ചതും. അതുമാത്രവുമല്ല, അടുത്ത മാസം ആദ്യവാരം തന്നെ പുതിയ DCC അധ്യക്ഷനെ പ്രഖ്യാപിക്കാനിരിക്കെ ഇത്ര അടിയന്തരമായി ചോദിച്ചു വാങ്ങിയത് പാർട്ടിക്ക് അത്ര വലിയ കാരണം തിരുവനന്തപുരം ജില്ലയിൽ പാർട്ടിക്ക് ഏൽക്കുന്ന ഓരോ തോൽവിയും അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് കൂടി ഉത്തരവാദിത്വമുള്ളതായി മാറും. അതുകൊണ്ട് കൂടി കണക്കിലെടുത്താണ് അടിയന്തരമായി രാജി ചോദിച്ചു വാങ്ങി ഇപ്പോൾ രാജി അംഗീകരിച്ചത്.